കൊട്ടാരത്തിലാണോ? അല്ല, കേന്ദ്രത്തിൽ ഈ പാർട്ടി അടിസ്ഥാനത്തെ വിളിക്കത്തില്ലേ? ആകാശവാണിയാണോ? ആകാശവാണിയാണോ? അത് തന്നെ റേഡിയോ നില. ഞാൻ പോയിട്ടില്ലല്ലോ, പറഞ്ഞ അങ്ങനെ അറിയത്തല്ല. അപ്പൊ ഈ ആകാശവാണി നമ്മളെ റേഡിയോ നില വിളിച്ചതാ, അന്ന് പോയതുമാ, ജയിച്ചതാ. ഉള്ളിലേക്ക് ഓടി ജഡ്ജിന് ഇച്ചിരി മുമ്പ് ആരാണ്ട് ഒരു ഗ്ലാസ് കൊണ്ട് കൊടുത്തപ്പോൾ മറിഞ്ഞ് താഴെ വീണു. ഒന്നാം സമ്മാനം കിട്ടിയ രണ്ടാം സമ്മാനമായി. മറിഞ്ഞ് താഴെ വീഴാതിരുന്ന ഒന്നാം സമ്മാനം കിട്ടി. ഈ ആകാശവാണിയിലെ കാര്യം, ആകാശവാണിയിൽ അച്ഛൻ തപ്പുമേളത്തിന് വരെ പോയിട്ടുണ്ട്. ആകാശവാണി റേഡിയോ നില, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ ഇവിടെ പിന്നെ ആലപ്പുഴ. ഇവിടെ മരിച്ചിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായി ഓർക്കുന്നുണ്ടോ? അറിയത്തില്ല. 40 വർഷം, 30 വർഷം, 35 വർഷം അറിയാൻ വയ്യ. നമ്മൾ ആദ്യമായിട്ട് അച്ഛൻ എന്നോട് പിണങ്ങി പോയതില്ല, അതിപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. 43 വർഷമായി. അവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മോൻ്റെ അടുത്ത് ചെന്നിട്ടേ പോകത്തുള്ളൂ. അവിടെ ശരി. അല്ലാതെ നമുക്ക് ഓക്കെ. ഈ കളരികൾ ഏതൊക്കെ ഉണ്ടെന്നുള്ള ഓർമ്മ, അതുപോലെ മടത്തമ്പടിക്കൽ അമ്പലത്തില് നമ്മുടെ അമ്പലം വന്നിട്ട് എത്ര നാളായി? അറിയാൻ വയ്യ. അമ്പലം ഉള്ളപ്പോൾ അവിടെ തുള്ളുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ കൊച്ചമ്പലം ഉണ്ടല്ലോ, കൊച്ചമ്പലം അങ്ങ് ഉള്ളിൽ കാണുന്നേ ആ ഒരമ്പലം. ഏതാ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ അകത്ത് കാണുന്നേ. അതല്ല, മടത്തമ്പടിക്കല് ദേവീക്ഷേത്രം ഉള്ള സമയത്ത് പടയണി തുള്ളാനൊക്കെ ഉണ്ടോ? ഉണ്ട്. അത് നമ്മുടെ സങ്കല്പനയിലുള്ള തുള്ളലില്ല. അന്ന് ക്ഷേത്രമില്ല. ഇല്ല, നമ്മുടെ തറ മാത്രമല്ല. അന്ന് ദേവാലയം എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ കാണുന്ന കൊച്ചമ്പലം രണ്ടെണ്ണേ ഉള്ളൂ. മറ്റേ തറ കെട്ടിയിട്ടേക്കുന്നു, അത്ര മാത്രം. അവിടെ ഒരു പന നിപ്പുണ്ട്. ആ പനയില് നമ്മുടെ പിന്നെ പൂജാരിമാർ വന്ന് മന്ത്രം ഏതാണ്ടൊക്കെ ചെയ്യും. അതൊന്നും നമുക്ക് അതേപ്പറ്റി നമുക്ക് കൂടുതൽ അറിയത്തില്ല. നമ്മുടെ ഈ പൊന്നുംതോടത്തെ ഒരു പന നിൽക്കുന്നില്ല, പൊന്നുംതോടത്തെ അമ്പലം, അതുപോലെ ഒരു പന മാത്രമുണ്ട്. ആ പനയ്ക്ക് ചുറ്റിനും ഇങ്ങനെ ഒന്നൊന്ന് കെട്ടിയിട്ടുണ്ട് കല്ല്. അതേ സങ്കല്പിച്ചിട്ടാണ് അന്നത്തെ ഈ പടയണി നടത്തുന്നതും പ്രവൃത്തി നയിക്കുന്നത്. നാരങ്ങാനത്ത് വേറെ എവിടെയെങ്കിലും ദേവീക്ഷേത്രം ഉള്ളതായിട്ട് അറിയാവോ? നമ്മുടെ അവിടെ വേറെ ഒരിടത്തും എനിക്കറിയത്തില്ല. അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ദേവാലയം ഞാൻ കാണുന്നത് നമ്മുടെ പിന്നെ കടമനിട്ട. അല്ലാതെ ഞാൻ പിന്നെ നമ്മുടെ കാട്ടൂര് അത് ഞാൻ കൊച്ചുനാൾ നോട്ടേ കണ്ടിട്ടുള്ളൂ. കാട്ടൂർ ഭഗവതി നമ്മുടെ പുതിയ കാവ്. ഈ പുതിയ കാവിൽ നിന്നുള്ള എഴുന്നള്ളത്ത് വല്ലോ അവിടെ വരുന്നത്? സ്ഥിരമായിട്ട് അച്ഛൻ പടയണിക്ക് പോകുമായിരുന്നു. അല്ല, പുതിയ കാവിൽ നിന്ന് എഴുന്നള്ളത്ത് വരാറുണ്ടായിരുന്നു? വരത്തില്ല, നമ്മുടെ ഇവിടെ ഇട്ടോട്ട് വരത്തില്ലായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് ഇടത്തേക്കുള്ള അവിടെ ചെന്ന് നമ്മൾ പറയാതെ. ശരി. എത്ര കളരി ഓർമ്മയുണ്ട്? ഒരു 28 കളരി വരെ എനിക്കറിയാം. എവിടൊക്കെയായിരുന്നു? നമ്മുടെ നാരിങ്ങാലത്തേനെ ഒരു 10 കൂടുതൽ. അല്ല, ഒന്ന് പറയാമോ ഏതൊക്കെയാണെന്ന്? അടുത്തുമണിക്ക് ഒന്ന്. അതേത് ആരൊക്കെയായിരുന്നു ആ ബാച്ചില്? ആ ബാച്ചിൽ ആൾക്കാരെല്ലാം നമ്മുടെ ശിവരാമപിള്ള തൊട്ടുള്ള ബാച്ചിലോളം വലിയ ആൾക്കാരുണ്ട്. ഏത് ശിവരാമപിള്ള? അതാണ് ചത്തുപോയി. ഇപ്പോഴത്തെ പിന്നെ ഈ പറഞ്ഞ ശിവരാമനുണ്ടല്ലോ, വെല്ലോളത്തെങ്കില്, അവൻ തൊട്ട് നമ്മുടെ കളരി എവിടെ ആയിരുന്നു? പക്ഷെ ഇപ്പം ഇരിക്കുന്ന ആ കാവിന്റെ എവിടെ ആയിരുന്നു? നമ്മുടെ പിന്നെ അമ്പലത്തിന്റെ പുറകിൽ. അമ്പലത്തിന്റെ പുറകിൽ തന്നെ ഒരു വീട്ടുകാർ, ഇപ്പൊ ഓട്ടോയൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു വീട്ടുകാരില്ലേ, നമ്മുടെ അമ്പലത്തിന്റെ പുറകിൽ. അവിടെ കുളമുണ്ടല്ലോ, മടത്തിക്കുളത്തിന്റെ അങ്ങോട്ട് മടത്തിക്കുളത്തിലോട്ട് കയറി പോകുമ്പോൾ ഇടത്ത് വലത്തുവശത്ത് ആയിരുന്നു കളരി. നമ്പിയാത്താണോ അതോ? നമ്പിയാത്തുകാരല്ല. അന്ന് നമ്മളിപ്പോ കളരി എടുക്കുന്ന മുസ്തന്മാരുടെ സ്ഥലമായിരുന്നു. മൂസൻ കുഞ്ഞുങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ ആർമള, അവർക്ക് ഇപ്പോഴും നിലം കിടപ്പുണ്ടല്ലോ അവിടെ. എന്നറിയാൻ ആർമള അമ്പലത്തിന്റെ മുന്നിൽ ഒരു 85 പറഞ്ഞ നിലം ഇപ്പോഴും അവരുടെ അവിടെ കിടക്കും. കുളത്തിന്റെ പുറകെ, മഠത്തിന്റെ പുറകെ. അത് തന്നെയാണ് അവിടെ കളരി ഒന്ന്. രണ്ടാമത് നമ്മുടെ പിന്നെ ആ കളരിയാണ് രാധാകൃഷ്ണനൊക്കെ പഠിച്ചത്. ആ കളരിയല്ല, രാധാകൃഷ്ണൻ പഠിച്ചത്. കളരിയാണ് രണ്ടാമത് പിന്നെ ഉണ്ടാക്കിയത് നമ്മുടെ പിന്നെ ജീരാവുമ്പിളി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ. അങ്ങനെ വെല്ലുവിളത്തെങ്കിൽ ഇച്ചിരി. രണ്ടാമത്തെ. മൂന്നാമത്തെ നമ്മുടെ വീട്ടിൽ പെറുമ്പറാത്തത് 3. പിന്നെ നാലാമത്തെ നമ്മുടെ പിന്നെ നമ്മൾ നെല്ലിക്കാലോട്ട് പോകത്തില്ലയോ, നെല്ലിക്കാലോട്ട് പോകുന്ന വഴിക്ക് ഒരെണ്ണം. അതെവിടെയായിട്ടാ? നമ്മുടെ അപ്പുസാറിന്റെ വീടിന്റെ ഇച്ചിരി കുറച്ച് 4. പിന്നെ കണമുക്കിന് അത് എവിടെയായിട്ടായിരുന്നു? കണമുക്കിന് നമ്മുടെ സ്കൂളിന്റെ അടുത്തായിരുന്നു ഒന്ന്. പിന്നെ അതിനു മുമ്പ് കണമുക്കിന് സ്കൂളിന്റെ തൊട്ട് ഒന്ന്. അത് കഴിഞ്ഞ് പിന്നെ കടമനാട്ടേക്ക് ഇപ്പുറത്തെ നമ്മുടെ മണലേൽ വീടുണ്ടല്ലോ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബം, അല്ലെങ്കിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ തന്നെ ഒരു കളരി വെച്ചു. ഈ മണലേന്ന് പറഞ്ഞാൽ അത് എവിടെയായിട്ട് വരും? നമ്മുടെ ഇവനില്ലേ അഞ്ചോട്ടുങ്കല്, ഇവരവിടെ താമസിച്ചിട്ടുണ്ട്. അതെവിടെയാന്ന്? നമ്മുടെ കിഴക്കല ഷാജിയില്ലേ, ഷാജിയുടെ വീടിന്റെ പുറവശം. ഗോപാലകൃഷ്ണൻ പറഞ്ഞൊക്കെ നമ്മുടെ പലചരക്ക് കച്ചവടം ഇല്ലായിരുന്നു. ഷാജിയുടെ വീട് അറിയത്തില്ല? ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ ഗോപാലകൃഷ്ണൻ കടമനട്ടയാണോ? അല്ല, ഈ നമ്മുടെ സ്കൂളിന്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറിപ്പോകും.
നമ്മള് ഓ ഇത് ഞാൻ നിങ്ങൾ ചോദിച്ചാൽ കണം മേപ്പോട്ട് പോകുന്ന പാറമഴ വിട്ട് പോകുന്നത്. ശരി മനസ്സിലായി, അതറിയാം. ആ കപ്പ വാങ്ങിക്കുന്ന ഈ അഞ്ചോട്ടിങ്ങളെന്ന് പറഞ്ഞോണ്ട് അഞ്ചോട്ടെങ്കിലുണ്ടോ ഒരു കളരി കരിക്കച്ചാണ്ട് അഞ്ചോട്ടുകളെ കളരി നമ്മുടെ ആ പിന്നെ ചീങ്കലും പുറത്താണോ? ചിങ്കിലും പുറത്തല്ല, നമ്മുടെ ആ കച്ചവടക്കാരൻ പലചരക്ക് കച്ചവടക്കാരനാണല്ലോ ആ ക്രിസ്തു സമൂഹം. അതിന് താഴത്തെ നമ്മുടെ പിന്നെ ഹരിചന്ദ്രൻ കൊച്ചാൻ്റെ ഒക്കെ എവിടെയാണ്? തൈക്കൂട്ടത്തിലാണ്. തൈക്കൂട്ടത്തിലെ അല്ല, നമ്മുടെ കൊച്ചുപണിക്കത്തെ. അതന്നെ തൈക്കൂട്ടത്തിൽ. അത് തന്നെ കൊച്ചുപണിക്കത്തെ. അവിടെ ഒരു കളരിയുണ്ട്. പിന്നത്തെ ഒന്നും എനിക്ക് പോയി, ഇന്നത്തെ ഒന്നും മറന്നുപോയി, അത്രയൊന്നും അറിയില്ല. അതിനെ കൂടുതലും പഠിപ്പിച്ചത് ഞാൻ ഈ പറഞ്ഞിടത്ത് പഠിപ്പിച്ചത് മിക്കവാറും ഞാൻ ഈ അഞ്ചോട്ടിൽ. അന്ന് അച്ഛൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ജോലിക്കൊക്കെ പോകും. അപ്പൊ എന്നോട് പറയും, അങ്ങനെ നീ ഒന്ന് എന്തായിരുന്നു പുള്ളിയുടെ ജോലി? അച്ഛൻ്റെ ടാപ്പിങ്, പിന്നെ എല്ലാ പണിക്കും പോകും, കണ്ടംപൂട്ടിന് പോകും, പിന്നെ അതുപോലെ എല്ലാ പണിക്കും പോകും. എല്ലാ പണിക്കും അച്ഛൻ പോകുന്നത്. അച്ഛൻ പോകാത്ത പണിയൊന്നുമില്ല, അതെല്ലാ പണി ചെയ്യുക. പിന്നെ സ്ഥിരമായിട്ടുള്ള പണി അച്ഛൻ്റെ വീട് തീർക്കുമായിരുന്നു. എവിടെയെങ്കിലും പിന്നെ ഹോൾസെയിൽ കടയിൽ നിന്ന് തീർത്ത് കൊടുക്കും, ആ വീട്ടിൽ നിന്ന് തീർത്ത് മൊത്തത്തിൽ കൊടുക്കും.